കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിനെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്നെ എപ്പോഴും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് അത് ഈസ് ദർ എൻ ഇന്ത്യൻ വേ ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ്. 1960-കൾക്ക് ശേഷം 70-കൾക്ക് ശേഷം നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന് കൃത്യമായിട്ട് നൽകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അനുമാനം. ഒരു പക്ഷേ ലോകത്ത് ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്ത് ഇത്രയും വലിയ ചിന്താഗതിയിലേക്ക് കൊണ്ടുവന്ന മാർക്സ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വെച്ച ഈ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ പോസിബിലിറ്റി ഉണ്ട്. മാർക്സിസ്റ്റ് ചിന്തയിൽ നിന്ന് ഉദിച്ചിട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് 100 വർഷം പിന്നിടുന്ന സമയത്ത് അതിനെക്കുറിച്ചൊരു വിശകലനം നടത്തുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്തരം ഒരു ശ്രമം നടത്തുന്ന സമയത്ത് ഏറ്റവും അനുയോജ്യം മാർക്സ് മുന്നോട്ട് വെക്കുന്ന ചിന്ത, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കോൺസെപ്റ്റുകളെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. മാർക്സ് മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടായത് യൂറോപ്പിൽ അന്ന് നിലനിന്നിരുന്ന ഒരു ഒപ്രസീവ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കോണ്ടെക്സ്റ്റിൽ യൂറോപ്പിൽ അവിടുത്തെ ലേബർ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഏലിയനേഷൻ, ഈ പറയുന്ന പോലെ ഒപ്രസീവ് സിസ്റ്റം ഒക്കെ യൂറോപ്പിൽ ഡെവലപ്പ് ചെയ്യുന്നത്, അത് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക്, ലോകത്തിൻ്റെ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കെല്ലാം ഈ സിസ്റ്റം റിപ്ലിക്കേറ്റ് ചെയ്യുന്നു. അവിടെയെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ഒപ്രസീവ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം സ്ട്രക്ചർ രൂപപ്പെടുമെന്ന് ഒരു പ്രൊഫസി ചെയ്തതിന് ശേഷമാണ് മാർക്സ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ കൃത്യമായിട്ട് എഴുതുന്നത്. ഒരുപക്ഷെ ലോകത്തെല്ലാം വളരെയധികം ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ചില ഐഡിയോളജീസ്, ചില അനുമാനങ്ങൾ, ചില മൂല്യമാണ് മാർക്സ് മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനം 1917-കളിൽ നമ്മൾ ബോൾഷെവിക് റെവല്യൂഷനുമായിട്ട് ലെനിൻ്റെ അണ്ടറിൽ നമ്മൾ റഷ്യയിൽ കണ്ടു. അതിനുശേഷം പിന്നീട് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്രെയിം ചെയ്യും ലോകത്തെല്ലായിടത്തും ഈ രീതിയിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, ഈവൻ ഏഷ്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1956-കളിലൊക്കെ അലി ശരീഅത്തി പോലെയുള്ള ആളുകൾ ഫ്രാൻസിലൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം പോലും വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള, ആ സമയങ്ങൾ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി സമയങ്ങളിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമായിരുന്നു മാർക്സ് മുന്നോട്ട് വെച്ചത്. ഈവൻ അല്ലാമ ഇക്ബാലൊക്കെ അദ്ദേഹത്തിൻ്റെ ചില എഴുത്തുകളിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു തത്വചിന്തകനോ ഒരു ഇസ്ലാമിക് ചിന്തകനൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം കൃത്യമായിട്ട് ഇസ്ലാമിനെ പോലെ ഇന്ന് ലിബറൽ സ്റ്റേറ്റ് സ്ട്രക്ചറിനെതിരെ കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്യാനും കൃത്യമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഒരു ഉള്ള ഒരു ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി, ലിബർട്ടി എന്ന് പറയുന്ന ഒരു ജസ്റ്റിഫൈഡ് വേൾഡിനെ സ്വപ്നം കാണുന്നതിൽ മാർക്സ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ, സോഷ്യലിസം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസിനൊക്കെ വളരെയധികം അനുമോദിക്കുകയുണ്ട്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് കൺസേൺസ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഈ ഒരു സംഗതി എങ്ങനെയാണ് മൊത്തത്തിലൊരു സ്റ്റേറ്റിൻ്റെ അണ്ടറിലേക്ക് ആകുന്ന സമയത്ത് ഒരു ടോട്ടാലിറ്റേറിയൻ ഫോം ഓഫ് ഗവേണൻസിലേക്ക് ആവുമോ എന്നുള്ള കൺസേൺസ് ഒക്കെ ഈ പറയുന്ന പോലെ അല്ലാമ ഇക്ബാലിനും ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ലോകത്ത് പല ആളുകളെയും ഇൻഫ്ലുവൻസ് ചെയ്തൊരു വലിയ ചിന്താഗതിയാണ് മാർക്സ് മുന്നോട്ട് വെക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രിൻസിപ്പിൾ. ആ രീതിയിൽ ഇന്ത്യയിലും 1920-കളിൽ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ഈ പറയുന്നത് പോലെ 1900 എം എൻ റോയ്, എസ് എ ദാംഗെ, മുസഫർ, ഇത്തരമുള്ള ഒരുപാട് ആളുകൾ ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുകയും ഇന്ത്യയിലും ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് രൂപപ്പെടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ സ്ട്രഗിള് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ മുന്നോട്ട് വെച്ചത് ആൻറ്റി ബ്രിട്ടീഷ്യസ് സ്ട്രഗിൾ ആയിരുന്നു. അതായത് കൊളോണിയലിസത്തിനെതിരെ കൃത്യമായിട്ടുള്ള സ്ട്രഗിൾ ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇന്ത്യയിലുള്ള അഗ്രേറിയൻ ക്ലാസ് പ്രോസ്പെക്ടസ് മനസ്സിലാക്കി അതിലുള്ള ഒരു സാധ്യതയും മാർക്സ് മുന്നോട്ട് വെക്കുന്ന ഈ ക്ലാസ് സ്ട്രഗിളും മനസ്സിലാക്കിയിട്ട് ഒരു വലിയൊരു പ്രോസ്പെക്ടസ് തന്നെ ഇന്ത്യയിൽ മാർക്സിസ്റ്റ് പൊളിറ്റിക്സിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്സിന് ഇന്ത്യയിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സുകൾ ഇന്ത്യയിലുണ്ടായി. തെഹ്ബാഗ, ഈ പറയുന്ന പോലെ പുന്നപ്ര വയലാർ, അസാമിലും പല സ്ഥലങ്ങളിലും ഭയങ്കരമായിട്ടുള്ള അഗ്രേറിയൻ മൂവ്മെൻറ്റുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് 1930-കളിൽ ഈ സമയങ്ങളിൽ ഓൾ ഇന്ത്യ കിസാൻ സഭയൊക്കെ രൂപീകരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് മൂവ്മെൻറ്റ് നടത്തുകയും ട്രേഡ് യൂണിയൻ്റെ മൂവ്മെൻറ്റുകളൊക്കെ ഒരുപാട് നടത്തുന്നത്. ഈ അടുത്ത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെക്രട്ടറിയോ അതോ പ്രസിഡന്റോ പോയിട്ടുള്ള ഒരാൾ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ആ സമയത്ത് അത് നോക്കുന്ന സമയത്ത്. പിന്നെ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് വീണ്ടും വിശദീകരണം കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് പല രീതിയിലുള്ള എഴുത്തുകളും, ശക്തമായിട്ടുള്ള എഴുത്തുകളും മാർക്സിസ്റ്റ് രാഷ്ട്രീയം, മാർക്സിസ്റ്റ് പൊളിറ്റിക്സ് ഇന്ത്യയുടെ ഇൻ്റലക്ച്വൽ സ്ഫിയറിലും വെക്കുന്നുണ്ട് 1940-50 കാലഘട്ടങ്ങളിൽ. പിന്നീട് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫോമിൽ, ഇപ്പോൾ നമ്മളിതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫോമിൽ നമ്മളിതിനെ
അനലൈസ് ചെയ്യുന്ന സമയത്ത് 1960-കളിൽ ഈ രാഷ്ട്രീയം വളരെ ശക്തമായിട്ട് ഈ ഒരു മൂവ്മെൻറ്റ്, കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് കൃത്യമായിട്ട് ഇന്ത്യയിൽ വരുന്ന സമയത്ത് ചില ഇൻറ്റേർണൽ തർക്കങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് വന്ന ചില ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്. നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ പാർലമെൻ്ററി ഡെമോക്രാറ്റിക് ഫോമിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അലൈസ്, ക്യാൻ വി ഹാവ് അലൈസ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡു വി നീഡ് ടു ഫോളോ എ ചൈനീസ് ഫോം ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ്, ഡു വി നീഡ് ടു ഹാവ് എ റഷ്യൻ ഫോം ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ്. ഇത്തരം ചോദ്യങ്ങളിൽ അകപ്പെട്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ശിഥിലമായിട്ട് പല ഡിഫറെൻറ്റ് ഐഡിയോളജിക്കൽ വേർഷൻ, ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ഫോമിൽ അത് മാറുന്നത് നമ്മൾ കണ്ടു. പക്ഷേ എന്നെ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിനെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്നെ എപ്പോഴും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് അത് ഈസ് ദർ എൻ ഇന്ത്യൻ വേ ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ്. ഇന്ത്യയിൽ ഇത് ഒരു പക്ഷേ ചൈനയിൽ നിന്നൊരു സ്യൂട്ട് ബൂട്ടായിട്ട് ഒരു പക്ഷേ യൂറോസെൻട്രിക് കോൺസെപ്റ്റ്സ് ഇന്ത്യയിൽ ഇറക്കുന്നത് പോലെ അല്ലെങ്കിൽ റഷ്യ ഇറക്കുന്നത് പോലെയല്ല നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിനെ കാണുന്നത്. ഇത് മാർക്സ് എഴുതിയ കോണ്ടെക്സ്റ്റ് ഞാൻ മുന്നേ സൂചിപ്പിക്കുകയുണ്ടായി. യൂറോപ്പിലെ ഓപ്പറേറ്റീവ് സിസ്റ്റം ആ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കോണ്ടെക്സ്റ്റാണ്. അത് ഇന്ത്യയിലേക്ക് ആ മാർക്സിയൻ ലെൻസിൽ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈസ് ദർ എൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് ത്രൂ മാർക്സിസ്റ്റ് ലെൻസ് എന്ന് പറയുന്നത്. അത്തരം ചോദ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും മാർക്സ് മുന്നോട്ട് വെക്കുന്ന ഒപ്രസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏലിയനേഷൻ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റിലൂടെ നോക്കുന്ന സമയത്ത് ആരാണ് ഇന്ത്യയിലെ മർദ്ദിത സമൂഹം? ഒന്നാമതായിട്ട് ദളിത്സ് കാലഘട്ടത്തിൽ, പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് മൈനോറിറ്റീസ്, അതിൽ പ്രത്യേകിച്ചും മുസ്ലിംസ്, പിന്നീട് ആദിവാസികൾ, കശ്മീരികൾ, പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിലെ സ്ത്രീ വിഭാഗം. ഇവരൊക്കെയാണ് ഇന്ത്യയിലെ മർദ്ദിതര ഒപ്രസ്ഡ് ക്വസ്റ്റ്യന് ഇവർക്ക് വേണ്ടിയിട്ടാണ് മാർക്സിസ്റ്റ് മൂവ്മെൻറ്റ് റൈസ് ചെയ്തത്. പക്ഷെ പിന്നീട് 1960-കൾക്ക് ശേഷം 70-കൾക്ക് ശേഷം നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിന് കൃത്യമായിട്ട് നൽകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അനുമാനം. അതിൽ പ്രത്യേകിച്ചും പറയുന്നത് ക്ലാസ് ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ കാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി അതിൽ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതിൽ പരാജയം സംഭവിച്ചത് കൊണ്ട് മാത്രമാവാം ഇത്ര ശക്തമായിട്ട് അംബേദ്കറൈറ്റ് മൂവ്മെൻറ്റ്സും ദളിത് മൂവ്മെൻറ്റ്സും ഒക്കെ വളരെയധികം ഇന്ത്യയുടെ പിന്നീട് അതിനുശേഷമുള്ള ഒരു പൊളിറ്റിക്സിലൂടെ കടന്നു വന്നത്. ഇതേ രീതിയിൽ മുസ്ലിം ഒപ്രസ്ഡ് ക്വസ്റ്റ്യൻസിനെയും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതിൽ പക്ഷേ കൃത്യമായിട്ട് മാർക്സിസ്റ്റ് പൊളിറ്റിക്സ് പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു മൊത്തം പാൻ ഇന്ത്യൻ ലെവലിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കും. കാരണം എന്താ വെച്ചാൽ എത്തീസ്റ്റിക് മെറ്റീരിയലിസ്റ്റ് കോൺസെപ്റ്റ്സിൻ്റെ ഉള്ളിലേക്ക് ആ അത്തരം ശ്രമങ്ങളുടെ ഉള്ളിൽ നടന്നിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന റിലീജിയൻ എന്ന് പറയുന്ന റിയാലിറ്റി, അതുപോലെ ഇത് ഹിന്ദുയിസം ആകാം, ബുദ്ധിസം ആകാം, അതുപോലെ തന്നെ ഇസ്ലാം ആകാം, ഇത്തരം റിലീജിയൻ എന്ന ഫാക്റ്റിനെ കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റ് ചെയ്തിട്ട് ആയിരുന്നു അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാതെയായിരുന്നു മാർക്സിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു മുന്നോട്ടുള്ള യാത്ര. ഇനി അത്തരം ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കറിയാം, ഓക്കെ, മാർക്സിസ്റ്റ് ക്വസ്റ്റ്യനെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ റിലീജിയസ് പ്രോബ്ലംസിനെ അല്ലെങ്കിൽ റിലീജിയസ് ക്വസ്റ്റ്യൻസിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള നോക്കുന്ന സമയത്ത് ലാഹോറിലൊക്കെ ഇപ്പോൾ ഈ അടുത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു മൂവ്മെൻറ്റിൽ അവരൊക്കെ മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയത്തിൻ്റെ സ്ലോഗൻ എന്താ വെച്ചാൽ സുർക്ക് ഹോഗ ഏഷ്യ സുർക്ക്. ഏഷ്യയിലുടനീളം ഈ പറഞ്ഞ പോലെ ചുവന്ന കൊടികൾ പറയും എന്നുള്ള രീതിയിലുള്ള ചില എമാൻസിപ്പേറ്ററി പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന രീതിയിലാണ് മാർക്സിസ്റ്റ് രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും യമനിലെ ആയാലും അതുപോലെ തന്നെ ലബനാനിലായാലും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഇത്തരം റിലീജിയസ് ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി മാർക്സിസ്റ്റ് ക്വസ്റ്റ്യൻ, പക്ഷേ എന്തോ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കൃത്യമായിട്ട് മൈനോറിറ്റി മുസ്ലിം ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യുന്നതിലും ദളിത് ക്വസ്റ്റ്യൻസിന് അഡ്രസ്സ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ വിമൻ ക്വസ്റ്റ്യൻസിന് അഡ്രസ്സ് ചെയ്യുന്നതിലും ഒരു ഇമാൻസിപ്പേറ്ററി പൊളിറ്റിക്സ് മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിന് കൃത്യമായിട്ട് ഐഡിയോളജിക്കലി ലെവലിൽ ഇൻ പൊളിറ്റിക്കൽ പ്രാക്ടീസ് ലെവലിൽ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പ്രതിഫലമായിട്ട് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഈ അടുത്ത് തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ദളിത് നേതാവായിട്ട് വളരെ കാലഘട്ടത്തിന് ശേഷമാണ് മാർക്സിസ്റ്റ് പൊളിറ്റിക്സിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം മൈനോറിറ്റി പൊളിറ്റിക്സ് ക്വസ്റ്റ്യൻ, കശ്മീരി ക്വസ്റ്റ്യൻസ്, വുമൻ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഒരു കൃത്യമായിട്ടുള്ള ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എമാൻസിപ്പേറ്ററി പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്നതിൽ മാർക്സിസ്റ്റ് രാഷ്ട്രീയം പലപ്പോഴായിട്ട് പിന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന മുന്നേ ഇതൊരു വലിയ മൂവ്മെൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് പിന്നെ ഇതിൻ്റെ ഒരു ഡിക്ലൈൻ നമ്മൾ കാണാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ അത് ഞാൻ ഈ പറയുന്ന മർദ്ദിത സമൂഹത്തിന്, സ്ത്രീകൾ, അതുപോലെ തന്നെ ആദിവാസികൾ, മുസ്ലിം മൈനോറിറ്റികൾ, കശ്മീരികൾ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇവർക്ക് ഒരു എമാൻസിപ്പേറ്ററി പൊളിറ്റിക്സ് അത് മുന്നോട്ട് വെക്കാൻ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് ഒരു അനുമാനം. എന്നിരുന്നാലും ഒരു പക്ഷേ ലോകത്ത് ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്ത് ഇത്രയും വലിയ ചിന്താഗതിയിലേക്ക് കൊണ്ടുവന്ന മാർക്സ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വെച്ച ഈ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ പോസിബിലിറ്റി ഉണ്ട്. ഏത് സമയത്ത്
അതിന് ഒരുപാട് വലിയൊരു മൂവ്മെന്റുകൾ, ഇത്തരം മർദ്ദിത സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് മൂവ്മെന്റുകൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനനുസരിച്ചുള്ള മൂവ്മെന്റുകൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു അത്യാവശ്യതയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട്, ഈ മർദ്ദിത സമൂഹത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമാൻസിപ്പേറ്ററി പൊളിറ്റിക്സ് എന്താണ് ഇന്ത്യൻ പുതു തലമുറയിലുള്ള മാർക്സ് രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ വെക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഇനി ഇന്ത്യയിലുള്ള മുന്നേറ്റം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.